കണ്ടുകൊണ്ടേയിരിക്കും. അത് ഏതൊരു ഹൊറർ മൂവിയില്ല, സീരിയസ് മൂവിയുടെയും ഇൻ ബിറ്റ്വീൻ ഒരു കോമഡി വരുവാണെങ്കിൽ ആസ് എൻ ഓഡിയൻസ് നമുക്ക് ഭയങ്കര സന്തോഷമുണ്ടാവും. അത് വളരെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നി. ഡയലോഗ്സ് ആണെങ്കിലും പിന്നെ മനോജ് കെയുവാണെങ്കിലും നമ്മുടെ അർജുൻ അശോകനാണെങ്കിൽ പ്രണയവിലാസത്തിൽ നല്ല രസമായിരുന്നു ആ കോംബോ. ഇതിലെങ്ങനെ ഉണ്ടായിരുന്നു? മനോജ് എനിക്ക് വന്ന മനോജേട്ടൻ്റെ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറയാം. ഇൻ്റർവെൽ ബ്ലോക്ക് ഒന്ന് വരുന്നുണ്ട് സുമതിയുടെ ആ ഒരു എൻട്രി, അതിൽ വന്നിട്ട് മനോജേട്ടൻ്റെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഇതുവരെ ചെയ്ത മൂവിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ പടത്തിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത്. ഒരുപാട് സന്തോഷമുണ്ട്. ചെറിയ വേഷം അല്ല, ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ചെറിയ പരിപാടിയാണെങ്കിലും അവരുടെ കൂടെ ചെയ്തപ്പോൾ വലിയ സന്തോഷം. ഇപ്പോൾ പബ്ലിക്ക് പറയട്ടെ എന്തൊക്കെയാണ്. എല്ലായിടത്തും എല്ലാവരും കണ്ട് എല്ലാവരും ഇഷ്ടം. എല്ലാവരും നല്ല റിപ്പോർട്ട്സ് വരുന്നുണ്ട്. നിങ്ങൾ മീഡിയക്കാർ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പടത്തിൽ ചെറിയ സാധനമല്ലേ, അത് ഇത്ര വലുതായിട്ട് പറഞ്ഞു. ഇവരുടെ കൂടെ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഭയങ്കര സൗഹൃദത്തിൽ ചെയ്തുകൊണ്ടാണ് അത് വലിയ കുഴപ്പമില്ലാതായത് കേട്ടോ. ഫസ്റ്റ് ഹാഫ് ശരിക്കും ഹൊററാണ് ഫോക്കസ് ചെയ്തത്. സെക്കൻഡ് ഹാഫിലാണ് നമ്മൾ കുറച്ച് സ്റ്റോറിയിലേക്ക് വന്നത്. പിന്നല്ലാതെ ഒരു ആസ് എ ഫിലിം മേക്കേഴ്സ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം പ്രേക്ഷകരെന്ന കൈയടിയാണ്. അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് അത് നേരിട്ട് അറിയാൻ പറ്റി. ഇനി എല്ലാ തിയേറ്റർ വിസിറ്റിന് ഇറങ്ങുക. അപ്പോൾ നമുക്ക് അവിടെ കാണാം, എല്ലാവർക്കും അവിടെ കാണാം. നല്ല ഡാൻസും നല്ല പെർഫോമൻസ്, നല്ല സ്ക്രീൻ പ്രസൻസ് പ്രതീക്ഷയായിരുന്നു പടത്തിൽ. പക്ഷേ നമ്മുടെ സ്വന്തം പടം അടുത്ത പടത്തിലുണ്ടാവും. നമ്മളെന്താണോ പ്രതീക്ഷിച്ചിരുന്നത് അതുപോലെ തന്നെയാണ് ഈ പടം. എല്ലാം കൊണ്ടും ഹൊററായാലും കോമഡി ആയാലും ഒരു റൊമാൻറ്റിക്കും എല്ലാം അടങ്ങി നല്ല അടിപൊളി മൂവിയാണ്. മാളികപ്പുറം ടീമിൻ്റെ രണ്ടാമത്തെ മൂവി നല്ല അടിപൊളി, സൂപ്പർ, ഒരു രക്ഷയില്ല. നന്നായി ഇഷ്ടപ്പെട്ടു. ഓക്കെ, മനസ്സ് നിറഞ്ഞിറങ്ങി പോവാം. സുമതി എന്ന് ചെറുതായിട്ട് പേടിപ്പിച്ചു.